അപ്പം നോക്കിയിരുന്ന് നമ്മുടെ 28 എത്തി കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വേറൊന്നുമല്ല, എൻ്റെ ഗോക്കപ്പൻ ആദ്യമായിട്ട് കാളക്കുട്ടന്മാരെ കാണാൻ പോവാ കേട്ടോ. അവനിപ്പോൾ 2 വയസ്സായി. അത്യാവശ്യം അവൻ സംസാരിച്ചൊക്കെ തുടങ്ങി. അവൻ്റെ ഏറ്റവും അടുത്ത ആളാണ് പശുമാമ. കാരണം അവൻ എന്ത് ചെയ്താലും അവൻ പശുമാമേ ഞാനിത് ചെയ്തു എന്ന് പറയും കേട്ടോ. അപ്പം ഈ കാളക്കുട്ടനെ അവൻ കാണുമ്പം എങ്ങനെയായിരിക്കും എന്നറിയാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഈ കാളക്കുട്ടനെ കണ്ടപ്പോഴും അവൻ പശുമാമ എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ആദ്യം ഇച്ചിരി ഉറക്കച്ചടവായിരുന്നു, പിന്നീട് ഓക്കെ ആയി കേട്ടോ. അപ്പം ഞങ്ങൾ നടന്ന് കല്ലുമൂട് എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ കല്ലുമൂട്ടിലെ കാള ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് പിന്നാമ്പുറ കാഴ്ചയാണ് സാധ്യമായത്. പിന്നീട് നമ്മൾ ഊടുവഴി കൂടെ ഒക്കെ കയറി എങ്ങനെയോ ഹൈവേ ചാടിയപ്പോഴത്തേക്ക്, കാരണം അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണണമല്ലോ. ഇത്രയും അടുത്ത് ആദ്യമായിട്ടോ ഞാൻ കാണുന്നത്. സാധാരണ ഞാനൊരു വീടിൻ്റെ മുകളിൽ കയറി നിന്നാണ് കാണുന്നത്. പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അടുത്ത് നിന്ന് കാണും. പക്ഷേ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഞാൻ ഇത്രയും അടുത്ത് നിന്നായിട്ടാണ് കാണുന്നത്. എൻ്റെ മോൻ കൊട്ട ആസ്വദിക്കുന്ന കണ്ടോ, ഞാനും ഇതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ അവൻ എന്നെപ്പോലെയാണെന്ന് അവൻ തെളിയിച്ചു. അങ്ങനെ കൊട്ടൊക്കെ ആസ്വദിച്ചപ്പോഴത്തേക്ക് പയ്യെ വലിച്ചുകൊണ്ട് വരുന്നുണ്ടോ. ഇവിടെ എത്തുമ്പം ഒരു പൊക്കമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കാളെ എങ്ങനെ തിരിക്കും എന്നൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കേട്ടോ നമ്മൾ നോക്കിക്കൊണ്ട് നിന്നത്. പിന്നെ ക്രെയിൻ വലിച്ച് പൊക്കി കയറ്റിയെങ്കിലും ഇത് ടേൺ ചെയ്യേണ്ട അവസരങ്ങളൊക്കെ വരും കേട്ടോ. അപ്പം നമ്മുടെ ക്രെയിനിന് മാത്രം ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളുടെ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ബഹളമൊക്കെ വെച്ച് ആരവമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പൊക്കി കേട്ടോ ഈ കാളെ തിരിക്കുന്ന ബാക്ക് വശം പൊക്കി. അതൊക്കെ ഞാൻ ഇത്രയും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. കാരണം നമ്മൾ ദൂരെ നിന്ന് കാണുന്ന കാഴ്ചയല്ലല്ലോ, നേരിട്ട് വലിച്ചുകൊണ്ട് പോകുന്നതല്ല. ഞാനും ഗോക്കപ്പനും നിന്ന ഫ്രെയിമിൽ വേറൊരു മാമൻ എത്തി നോക്കി കേട്ടോ. പിന്നെ ഞങ്ങൾ ആ മാമനെ ഔട്ടാക്കി. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഇവർ കാളെ തിരിച്ചു കഴിഞ്ഞു കേട്ടോ. നോക്കിക്ക് ഇതിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന്. ഞങ്ങളുടെ കല്ലുമുട്ടിലെ കാള കേട്ടോ ഇത്. അപ്പോൾ കാലഭൈരവനും നമ്മുടെ കതിരവനും ഒക്കെ എത്രയുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അടുത്ത ദിവസം ഞാൻ ഓച്ചിറ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാ കാളക്കുട്ടം നമുക്ക് കാണാം കേട്ടോ. ഇന്ന് ഭയങ്കര ചൂടായിരുന്നേ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് കുറേ പോകുന്നത് സാധ്യമല്ല കേട്ടോ. അവൻ ഡീഹൈഡ്രേറ്റ് ആവും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് അധികം പോയില്ല കേട്ടോ.